അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. മരണവാർത്തയാണ്. ഈ ഒരു വാർത്ത എല്ലാവരും കേൾക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒരുപാടുണ്ട്. അങ്ങനെയുള്ള വീഡിയോകളെ നമ്മൾ ചെയ്യാറുമുള്ളൂ. ഒരു മനുഷ്യന്റെ ജീവിത കഥയായാലും ഒരു മനുഷ്യന്റെ മരണമായാലും എല്ലാറ്റിലൂടെയും നമുക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്, പകർത്താനുണ്ട്. ഇത് ഒരു മരണവാർത്തയാണ്. ഞാൻ ഇതിലൂടെ 2 തരത്തിലുള്ള മരണത്തെക്കുറിച്ച് പറയാം. ഇന്ന് നടന്ന മരണമാണ്. എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാത്ത നമ്മുടെ ഉമ്മത്തിങ്ങൾ, ഇനിയെങ്കിലും നിങ്ങൾ ഉണരണം, പഠിക്കണം. ജാതിയുമില്ല, മതവുമില്ല. നമ്മുടെ മുസ്ലിം പെൺകുട്ടികളെ ചാടിച്ചു കൊണ്ടുപോയി കൊല്ലുക, ഇത് ഇവരുടെ പതിവാണ്. ഇതാണ് നമുക്ക് മനസ്സിലാകാതെ പോയത്. എത്ര പെൺകുട്ടികൾ ഇതിൽ അകപ്പെട്ടിട്ടുണ്ട്, എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ പേരിലായിരുന്നു? കാമത്തിന്റെ പേരിലാണോ? ആയിരിക്കാം ഒരു നിമിഷത്തെ സുഖം. അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുക, നമ്മുടെ ജീവന് തന്നെ അപായമായിരിക്കുക. ആ സമയത്ത് നമ്മൾ ഒന്നും ചിന്തിക്കുന്നില്ല, ദീനുമില്ല, ദുനിയാവുമില്ല. എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത സ്ത്രീജന്മം. 4 മക്കളുണ്ടായിട്ടും സുരേഷിന്റെ കൂടെ വാടക വീട്ടിലേക്ക് പോയിട്ട് വെറും 4 മാസമായപ്പോൾ അയാൾക്ക് അവളെ മടുത്തു. ഇത്രയുള്ളൂ. നമ്മുടെ ഉമ്മത്തിങ്ങളെ കൊണ്ടുപോയി കൊല്ലണം. നമ്മൾ ഇതിനൊക്കെ വേണ്ടിയാണ് പ്രതികരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് മക്കൾ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശക്തമായ വിമർശനം കാരണം ഒരുപാട് മക്കൾ അത് മനസ്സിലാക്കി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കണ്ണൂർ തന്നെ സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേറെ കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നു. ഇങ്ങനെ പോയ കുട്ടികളെയൊക്കെ നമ്മൾ അധിക്ഷേപിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ചിലരൊക്കെ അതിൽ നിന്ന് മോചിതരായി വന്നിട്ടുമുണ്ട്. ഞാൻ മരണപ്പെട്ട ഈ സഹോദരിയെ കുറ്റപ്പെടുത്തുകയല്ല. പടച്ചറബ്ബ് അവർക്ക് മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മൾ മരിച്ചാൽ 4 ആളുകൾ നല്ലത് പറയുന്ന മരണത്തെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതം. 4 ആളുകൾ നല്ലത് പറയുന്ന മരണം പടച്ചറബ്ബ് നമുക്കൊക്കെ തെരുമാറാകട്ടെ. ഇതിനോടൊപ്പം തന്നെ ഞാൻ വേറൊരു സ്ത്രീയുടെ മരണം കൂടി പറയുക. എറണാകുളത്തുള്ള ഖദീജ എന്ന ഈ ഒരു ഡോക്ടർ, ഇവര് മരണപ്പെടുന്നത് ഹജ്ജിന് പോയപ്പോഴാണ്. സന്തോഷത്തോടെ ഹജ്ജ് കർമ്മങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷമാണ് ഖദീജ പടച്ചറബിലേക്ക് യാത്രയാകുന്നത്. ആരും ഒന്ന് കേട്ടാൽ അൽഹംദുലില്ല എന്ന് പറഞ്ഞു പോകുന്ന മരണം. മഹദി ഖദീജ മക്കയിൽ വെച്ച് മരണപ്പെട്ടു, മക്കയിൽ തന്നെ കബറടക്കി. അവരുടെ മരണശേഷം വന്ന വാർത്ത ആരും ഒന്ന് കൊതിക്കുന്ന വാർത്തയായിരുന്നു. അവർ ചെയ്ത നന്മ പ്രവൃത്തികളാണ് പിന്നെ പുറത്തേക്ക് വരുന്നത്. അവർക്ക് വേണ്ടി നല്ലത് പറയാൻ 4 ആളല്ല, ആയിരക്കണക്കിന് ആളുകളാണ്. ഒരുപാട് ആളുകൾക്ക് നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ് ഖദീജ എന്ന ഈ ഒരു മഹദി പടച്ചറബിലേക്ക് മടങ്ങിയത്. ഇവരുടെ മരണശേഷമാണ് ആളുകൾ അറിയുന്നത് ഇത്രയ്ക്കും നല്ലൊരു സ്ത്രീയായിരുന്നു ഇവരെന്ന്. അതുവരെ ആർക്കും അറിയില്ലായിരുന്നു. ഇവർ കൊടുത്തതൊക്കെ വാങ്ങിച്ചവർക്കേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. ഒരുപാട് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആളുകൾ വാങ്ങിച്ചിട്ടുമുണ്ട്. വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അവസാനം കയ്യിലുള്ളതൊക്കെ പാവപ്പെട്ടവർക്ക് നൽകിയാണ് മഹദി ഖദീജ പടച്ചറബിലേക്ക് മടങ്ങിയത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്ത നന്മ പ്രവർത്തികൾ അത് ഇവരുടെ മരണത്തിലൂടെയാണ് പുറത്തു വരുന്നത്. എത്ര ആളുകളാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, എത്ര ആളുകളാണ് അവർക്ക് വേണ്ടി പൊട്ടിക്കരയാൻ. ഇവരുടെ മരണശേഷം ആളുകൾ ഞെട്ടിപ്പോയി, ഖദീജ ഇങ്ങനെ ഒരാളായിരുന്നോ എന്ന്. ഖദീജ ചെയ്തതൊക്കെ ആരും അറിയാതെയായിരുന്നു. പടച്ചറബ്ബ് ഇതുപോലൊരു മരണം നമുക്കൊക്കെ തെരുമാറാകട്ടെ. ആമീൻ. ഏതൊരു സത്യവിശ്വാസിയും കൊതിക്കുന്ന മരണമാണ് ഖദീജ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ തിരുവനന്തപുരം നാലാഞ്ചിറയിൽ നിന്നും വന്ന വാർത്ത നമ്മുടെയൊക്കെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. ഇന്ന് പുലർച്ചെ 5 മണിയോടെ വാടക വീട്ടിൽ വെച്ച് 4 മക്കളുടെ ഉമ്മയായ ഹസീന ബീവി എന്ന 40 വയസ്സുകാരിയെ ഭർത്താവ് സുരേഷ് എന്ന ഇയാള് കഴുത്തറുത്ത് കൊലപ്പെടുത്തി. അത് ഭീകരമായിരുന്നു. ആ വാർത്ത ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വാർത്തയായിരുന്നു. കൊലപ്പെടുത്താനുള്ള കാരണം പറയുന്നത് കുടുംബവഴക്കിൽ മുൻപന്തിയിലാണ് നമ്മളൊക്കെ. എന്തിനാണ് പ്രിയപ്പെട്ടവരെ? കുറച്ചു നാളത്തെ ജീവിതം, അത് പരസ്പരം പൊരുത്തപ്പെട്ട് സഹിച്ചും പൊറുത്തും അങ്ങനെ ജീവിച്ചങ്ങ് പോകാം. അതൊക്കെ തന്നെയാണ് ജീവിതം, അതൊക്കെ തന്നെയാണ് ജീവിതത്തിലെ രസം. വഴക്കും സ്നേഹവും ഒക്കെ ഉണ്ടാവും, അത് തന്നെയാണ് ജീവിതം. വെറും സ്നേഹമാകുമ്പോൾ അതൊരു കപടമായിരിക്കും. രണ്ടും ഉണ്ടാവും ജീവിതത്തിൽ. അത് ഉൾക്കൊള്ളാനാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്കറിയില്ലെങ്കിലും മറ്റുള്ളവരുടെ ജീവിതം കണ്ടെങ്കിലും നമ്മൾ പഠിക്കുക. ഒരാൾ ജീവിച്ച ജീവിതത്തിനെ നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ സാധിക്കുള്ളൂ, അതെങ്കിലും നമ്മൾ പകർത്തിയെടുക്കുക. മോശമായതാണെങ്കിൽ അതങ്ങ് തള്ളിക്കളയുക. കുടുംബവഴക്കും സംശയരോഗവുമാണ് ഈ ഒരു കൊലപാതകത്തിന് കാരണമത്രേ. ഇങ്ങനെ ചാടിപ്പോകുന്നവരൊക്കെ ആളുകൾക്ക് സംശയം തന്നെയായിരിക്കും. ഇന്ന് എൻ്റെ കൂടെ പോരുന്നെങ്കിൽ നാളെ മറ്റൊരാളെ കണ്ടാൽ അവരുടെ കൂടെ പോകില്ലേ എന്നായിരിക്കും അവരുടെയൊക്കെ മനസ്സിൽ. ഇന്ന് എന്നോട് ചെയ്തത് നാളെ മറ്റൊരാളോട് ചെയ്യില്ലേ എന്ന്.
ബുദ്ധിയുള്ളവർ അങ്ങനെയാണ് ചിന്തിക്കുക. ഇത്ര നാളും സ്നേഹിച്ച് ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ മാതാപിതാക്കളെ പറ്റിച്ച് വഞ്ചിച്ച് അവരെ വേദനിപ്പിച്ചാണ് ഓരോ മക്കളും ഇതുപോലെ ഇറങ്ങിപ്പോകുന്നത്. സ്വന്തം മാതാപിതാക്കളോടും കൂടപ്പിറപ്പിനോടും ഇല്ലാത്ത സ്നേഹം എങ്ങനെയാണോ ഇന്ന് കണ്ട ഇവന്മാരോട് തോന്നുക? അതെങ്കിലും ഒന്ന് ചിന്തിച്ചാ പോരെ? നീ ഇന്ന് നിന്നെ സ്നേഹിച്ച ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം കണ്ട എന്നെ നീ വഞ്ചിക്കില്ലേ എന്നുള്ളൊരു ചിന്തയാണ് ഓരോ പുരുഷന്റെയും മനസ്സിലുണ്ടാവുക. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. തൊടും പോലെ ചാടി ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് ചിന്തിക്കാനുണ്ട്. എൻ്റെ ഉമ്മത്തികളെ, എൻ്റെ സ്ത്രീകളെ, എൻ്റെ പൊന്നു പെങ്ങളെ, നാളെ നിങ്ങൾക്ക് വരാൻ പോകുന്ന വിപത്തുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറില്ല. ഇന്നത്തെ കാര്യം മാത്രം, നമ്മുടെ ഇന്നത്തെ സുഖം മാത്രം. നമ്മുടെയൊക്കെ മതം പഠിപ്പിക്കുന്നത് തന്നെ ക്ഷമയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. ക്ഷമയുള്ളവൻ പാപമല്ല, ബുദ്ധിയുള്ളവനാണ്. 4 മാസം മുമ്പാണ് സുരേഷും ഹസീനയും 4 മക്കളുമായി നാലാഞ്ചിറയിലെ വാടക വീട്ടിലെത്തുന്നത്. അവിടെ താമസമാക്കി എന്നല്ലാതെ അവരുടെ അയൽക്കാരുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു ഇവർക്കിടയിൽ നിരന്തരം വഴക്ക് പതിവായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹസീനയെ കാണാതാവുകയാണ്. കാണാതായ ഹസീന കഴിഞ്ഞ ആഴ്ചയാണ് തിരിച്ച് വീട്ടിലെത്തുന്നത്. അതിന് പിന്നാലെ ഇവരുടെ വഴക്ക് അതികഠിനമായി രൂക്ഷമായി. വഴക്ക് മൂർച്ഛിച്ചു. കുറച്ചു നാള് ഹസീനയെ കാണാതായി തിരിച്ചു വന്നപ്പോൾ. അങ്ങനെ ഇന്ന് പുലർച്ചെയാണ് ഇത് സംഭവിച്ചത്. ഹസീനയെ കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു ഇയാൾ. അതിനുശേഷം ഇയാൾ കാറിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. ആ ഉമ്മയുടെ ദാരുണമായ ഈ ഒരു അന്ത്യത്തിന് സാക്ഷിയായത് 4 മക്കളാണ്. 4 പിഞ്ചു മക്കളുടെ കൺമുന്നിൽ വെച്ചാണ് അയാൾ ആ ഉമ്മയെ കഴുത്തറുത്ത് കൊന്നുകളഞ്ഞത്. ഒന്നും അറിയാത്ത പാവം മക്കൾ നമ്മുടെ ഇടയിൽ വന്ന് പെട്ടുപോയതാണ്. അവരെന്ത് തെറ്റാണ് അവർ ചെയ്തത്? നിങ്ങളുടെ കലഹത്തിനും പ്രശ്നങ്ങൾക്കും ഒരേ ഒരു സാക്ഷി നമ്മുടെ മക്കളാണ്. അവര് നമ്മുടെ ഇടയിൽ വന്നത് നമ്മൾ വിളിച്ചിട്ടല്ല, അവരറിയാതെ വന്ന് പെട്ടുപോയതാണ്. അവരറിയാതെ നമ്മുടെ മക്കളായി പോയതാണ്. അതാണ് അവർ ഈ ഭൂമിയിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, അല്ലേ? ഒന്നും അറിയാത്ത പാവം മക്കളാണ് നമ്മുടെ ഇടയിൽ പെട്ട് നരകിക്കുന്നത്. ആ മക്കൾക്ക് ഇന്ന് ആരുമില്ലാതായി. ഉമ്മ പോയി, അച്ഛനാണെങ്കിൽ ഇന്ന് ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ടയും തിന്ന. മക്കളെ ഇനി ആര് സംരക്ഷിക്കും? അനാഥരായി പോയില്ലേ? വിവരം പറഞ്ഞ ഹസീനയുടെ സഹോദരനെത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായതിനു ശേഷം മയ്യത്ത് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പടച്ചിറപ്പ് കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കുമാറാകട്ടെ. ഇതിന് അവസാനം ചോദ്യം വരുന്നത് ആ പാവം മക്കൾക്ക് ഇനി ആര് എന്ന് പടച്ചിറപ്പ് കാക്കട്ടെ. പടച്ചിറപ്പെ, ആ പൊന്നുമക്കളെ നിന്റെ സംരക്ഷണത്തിൽ തന്നെ ആക്കണേ റബ്ബേ. നിന്റെ ഒരു സംരക്ഷണം ആ പൊന്നുമക്കളിൽ ഉണ്ടാകണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, സംശയരോഗവും വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഭവമാണ് ഇതൊക്കെ. ആരെങ്കിലും ഒരാളെ ഒന്ന് സഹിച്ചു കൊടുക്കുക, ഒന്ന് പുറത്തു കൊടുക്കുക. ഇതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത് സുന്ദരമായ സന്തോഷമുള്ള ഒരു ജീവിതമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരെങ്കിലും ഒന്ന് വിട്ടുകൊടുക്കുക. നമ്മൾ ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? മനസമാധാനമില്ലാത്ത ജീവിതമായിരിക്കും. അപ്പോൾ അതിലും നല്ലത് എന്ത് ചെയ്യുക? ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുക. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? സമാധാനമുള്ള സന്തോഷമുള്ള ഒരു ജീവിതമായിരിക്കും. പടച്ചറബ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെല്ലാവരും ദുആ ചെയ്യുക. മരണപ്പെട്ടവർ പടച്ചറബിലേക്കാണ് മടങ്ങിയത്. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. പടച്ചറബെ, ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരാരും മുഷിപ്പ് തോന്നരുത്. മരണപ്പെട്ടവരാണ്. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.